ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് നമുക്ക് കുറച്ച് കടൽ കാഴ്ചകളൊക്കെ കണ്ട് നല്ലൊരു യാത്ര നടത്താം. അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് അൽ ഗുബൈബ മറൈൻ സ്റ്റേഷൻ ദുബൈയിലാണ്. അപ്പം നമുക്കിവിടെ നിന്ന് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ദുബായ് ടു ഷാർജയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ഇതുപോലെയുള്ള ഫെറി സർവീസുകളുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഫെറി സർവീസുകളാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ടൈമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇത് ഏകദേശം ഒരു വൈകുന്നേര സമയമാണ്. അതുകൊണ്ട് തന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ അടുത്തേക്ക് ഒരു പ്രൈവറ്റ് ബോട്ട് സർവീസാണ് വരുന്നത്. ഇപ്പോൾ ഇതാ ആൾക്കാരൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. ഈ വൈകുന്നേര ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നന്നായിട്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. അപ്പം നമ്മൾ ഈ ഒരു ഫെറി സർവീസിലേക്ക് ഒരാൾക്ക് 15 ദിർഹംസ് വെച്ചിട്ടാണ് ഈടാക്കുന്നത്. കുട്ടികൾക്ക് 5 വയസ്സിന് താഴെയുള്ളവർക്കില്ല. അപ്പോൾ ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ 15 ദിർഹംസ്. തിരിച്ചിങ്ങോട്ട് വരുമ്പോഴും നമ്മൾ 15 ദിർഹംസ് തന്നെ എടുക്കണം. അപ്പോൾ നമ്മളിപ്പം ദുബായിൽ നിന്ന് ഷാർജയിലേക്കാണ് പോകുന്നത്. അപ്പം എന്താ നമ്മൾ ഫെറിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. നല്ല സേഫായിട്ടുള്ള നല്ലൊരു ബോട്ട് സർവീസ് തന്നെയാണിത്. നമ്മളകത്ത് കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ആ ഒരു സുരക്ഷാ ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. മറ്റ് ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ സീറ്റിന് താഴെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത്. 35 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഷാർജയിൽ എത്തുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമ്മുടെ ആ ഒരു കര കാഴ്ചകളും റോഡും ഒക്കെ ഇങ്ങനെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ ഈ യാത്ര തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കൊരുപാട് സന്തോഷം തരുന്നത് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മുടെ യാത്ര തുടരുകയാണ്. എയ്റോപ്ലെയിനൊക്കെ പോകുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഈ യാത്രയിൽ ഈ കരയിലെ ഒരുപാട് ബിൽഡിങ്സുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഒരുപാട് സ്പീഡ് ബോട്ടുകളും അതുപോലെ ഷിപ്പുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ ഒരു കടലിൻ്റെ ഒരു മിഡിൽ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല വേവ്സാണ് കേട്ടോ. ഈ ഒരു തിരമാലകളാണ്. അപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഷെയ്ക്ക് ആവുന്നുണ്ട്. അതൊക്കെ ഒരു രസമുള്ളൊരു അനുഭവമാണ്. അതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെ അറിയേണ്ടതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു ഷാർജ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഷാർജയിലെ ബിൽഡിങ്സുകളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ സർവീസ് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഷാർജ മറൈൻ അക്വേറിയം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇതിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള അടുത്ത സർവീസ് ഇപ്പോൾ ഉടനെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 9 മണിക്കേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇനി ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് നേരെ ഷാർജയിലേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഈ ഒരു സർവീസ് കൊണ്ട് അവർക്ക് പോകാം. നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോട്ട് സർവീസ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണല്ലോ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം നിന്നതിന് ശേഷം അടുത്ത സർവീസിൽ കയറി. അപ്പോൾ ഇതാ ഷാർജയിലെ ബിൽഡിങ്ങുകളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ ഇത്.
കറക്റ്റ് 35 മിനിറ്റ്സ് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയത്. അതിനുശേഷം നമ്മളിവിടെ നിന്ന് തിരിച്ച് ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള സർവീസാണ്. ഇവിടെ ഒരുപാട് ഇതുപോലെ സ്പീഡ് ബോട്ടുകളൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ സൺസെറ്റിലേക്കൊക്കെ ആയി വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കടൽ കാഴ്ചകളും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പൊതുവെ ഈ ഒരു വൈകുന്നേര കാഴ്ചകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗിയല്ലേ അല്ലേ? ഇവിടെ ഒരുപാട് കടൽ പക്ഷികളെ കാണാൻ കേട്ടോ. നിറയെ പക്ഷികളാണ്. അതിങ്ങനെ പറന്നു പോകുന്നത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഷിപ്പുകളൊക്കെ കിടക്കുന്നത് കാണാം. വളരെ മനോഹരമായിട്ടുള്ള കടൽ കാഴ്ചകളൊക്കെ കണ്ടുള്ള ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പൊതുവേ ഈ വെള്ളത്തിലൂടെയുള്ള യാത്രകളൊക്കെ ഭയമുള്ളവർക്ക് പോലും വളരെ സേഫായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സർവീസാണ് ഈ ഒരു ദുബൈയുടെ ഫെറി സർവീസ്. അപ്പോൾ നിങ്ങളിവിടെ ദുബൈയിലൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി എൻജോയ് ചെയ്യണേ. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ബൈ.